അപ്പൊ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, 7 കാര്യങ്ങളാണ് സാറ് നിങ്ങൾ അടുക്കൽ പറയാൻ പോണേ. 7 കാര്യങ്ങൾ. എന്റെ കൊച്ചു മക്കൾക്ക് 3 സമ്മാനങ്ങൾ. നിങ്ങൾ എത്ര പേർക്കാണ് ഓർമ്മശക്തി കുറവുള്ള? ഒന്ന് കൈവക്കിയേ. പഠിച്ച പരീക്ഷയ്ക്ക് ഹാളിലെത്തുമ്പോ മറന്നുപോകും, മുഴുവൻ എഴുതാൻ കഴിയില്ല. ഓർമ്മശക്തി കുറവുള്ള മക്കളൊന്ന് കൈവക്കിയടാ. ഓർമ്മശക്തി കൂട്ടണം എന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിയേ. മാഷാ അല്ലാഹ്. നമുക്ക് സാറ് നിങ്ങൾക്ക് 5 എക്സസൈസ് പഠിപ്പിച്ചു തരും. എത്ര എക്സസൈസ്? 5 എണ്ണം. ആ 5 എണ്ണം ചെയ്താൽ ക്ലാസ്സിലെ ആദ്യത്തെ 5 റാങ്കിൽ നിങ്ങൾ ഒരാളാവും. ചെയ്യോ? പഠിക്കാം നമുക്ക്. ശരി. അപ്പൊ ആദ്യത്തെ എക്സസൈസ്, ബാക്കി 4 സാറ് താഴെ വന്ന് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൈകൾ വെച്ച് നിങ്ങളെ സഹായിച്ച് സാറ് ചെയ്യിപ്പിക്കാം. അപ്പൊ അതിൽ ആദ്യത്തെ ഫസ്റ്റ് എക്സസൈസ് പഠിക്കാം. റെഡിയാണോ? Now everyone stretch your hands well. Stretch ചെയ്താ. ഓക്കെ. ചൂണ്ടുവിരൽ ഇങ്ങനെയും നമ്മുടെ 4 ഫിംഗർ, ചൂണ്ടുവിരൽ ഇങ്ങനെ, തമ്പ് ഇങ്ങനെ, തള്ളവിരൽ ഇങ്ങനെ. റൈറ്റ് ഹാൻഡ് വലത്തെ കൈയുടെ തള്ളവിരലും ഇടത്തെ കൈയുടെ ചൂണ്ടുവിരലും വെച്ചാടാ. ഇതിൽ ഏതാണ് ചരിയേണ്ടത്? തള്ളവിരലാണ് ചരിയേണ്ടത്. ചൂണ്ടുവിരല് നേരെ നിൽക്കണം. നഖത്തോട് നഖം ഒന്ന് ചേർത്ത് പിടിച്ചേ. ശരി, ഒന്ന് കൈ താഴ്ത്തിയേ. ഇനി സാറ് ശ്രദ്ധിക്കണേ. സാറ് 1 പറയുമ്പോ റൈറ്റ് തമ്പും 2 പറയുമ്പോ ലെഫ്റ്റ് തമ്പും. സാർ ഒന്ന് ശ്രദ്ധിക്കോ? നന്നോണം ശ്രദ്ധിക്കണേ. 1 2 1 2. സാറ് ശ്രദ്ധിക്കുക. സാർ ഇന്നലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഐസ് ഓൺ മീ. സാർ ഐസ് ഓൺ മീ എന്ന് പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യെസ് എന്ന് പറയണം. ഐസ് ഓൺ മീ എന്ന് സാർ ചോദിച്ചാൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തെന്ന് പറയണം? ഐസ് ഓൺ മീ. Here we go. 1 ചെയ്യാം. 1 2. മക്കളെ ഇവിടെ കഥകളി പുഷ്പകളി ഒക്കെ കളിക്കുന്നത് 5-6 വിരലിന്റെ ആവശ്യമില്ല. തമ്പും 4 ഫിംഗറും മാത്രം. ഓക്കെ, ഈസി. 1 2 1 2. ഇനി എല്ലാവരും കൈ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തേ. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യ്. ഓ, പഴയ ജിംനാഷ്യം പറ്റണില്ല. ഇനി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. യെസ് ഓർ നോ? ഐസ് ഓൺ മീ. Here we go. 1 2. കൂടെ പറഞ്ഞ് ചെയ്യാം. 1 2 1 2 1 2. എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റി? ഗുഡ്. എത്ര പേർക്ക് ഇത് ഓർമ്മയിൽ വെക്കാൻ കഴിയും? ഓക്കെ. സാർ എത്ര എക്സസൈസാ പഠിപ്പിക്കാൻ പോണേ? 5 എണ്ണം. ഓക്കെ, 5 എക്സസൈസ് ആണ് സാർ പഠിപ്പിക്കാൻ പോണേ. ഈ 5 എണ്ണം ആരാണോ ആദ്യമായിട്ട് സാർ പറഞ്ഞതിന് ശേഷം സ്റ്റേജിൽ വന്ന് ചെയ്ത് കാണിക്കുന്നത് അവർക്കൊരു സമ്മാനം ലഭിക്കും. റെഡി? ഒരുമിച്ച് 1 ഏതായിരുന്നു? 2 ഏതായിരുന്നു? 3 ഏതായിരുന്നു? ഇനി 4 വലത്തെ കൈ തലയിൽ വെക്കാം. 4 എന്താണ്? വലത്തെ കൈ. സ്പീഡിൽ ചെയ്യാം. തെറ്റുന്നവർക്ക് നമുക്ക് എന്ത് ശിക്ഷ കൊടുക്കാം? നോക്കാം ആരാ തെറ്റിക്കുന്നത്, ആരാ ശരിയായി ചെയ്യണമെന്ന് നോക്കാം. ഈസി. 1 2 3 4. ശരി. ഇനി സാറ് ജമ്പിൾ ചെയ്ത് പറയാൻ പോവാണ്. ജമ്പിൾ എന്ന് പറഞ്ഞാൽ 3 1 4 2 ഒക്കെ പറയും. റെഡി? Here we go. റെഡിയാണോ? റെഡി ആണെങ്കിൽ ആണെന്ന് പറയാവൂ. ഐസ് ഓൺ മീ. ഓക്കെ. 1 4. കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഒന്നും കൂടെ ചെയ്യാം. റെഡി? Here we go. 1 3. ഓ, ഇവിടെയാണോ? അപ്പൊ നമുക്കിതൊന്ന് പഠിച്ചാലാ? ശരി മക്കളെ. 1 എന്ന് പറയുമ്പോ എന്താണ്? കേറ്റിയ തലയിൽ കേറ്റിയ. അപ്പൊ ഇനി 1 എന്ന് പറഞ്ഞാൽ തെറ്റിക്കോ? ഉറപ്പാണോ? അത്രമേൽ ഉറപ്പുണ്ടോ? തെറ്റിച്ചാലോ
തെറ്റിക്കൂലല്ലേ? ശരി. 2 കേറ്റിയ. 2 എന്ന് പറയുന്നത് മടിയിൽ തട്ടലാണ്. ബ്രെയിനിൽ കേറ്റിയ. കേറ്റിയ. അലസമായി കേറ്റിയ, ശ്രദ്ധയോടെ കേറ്റിയ. വെരി ഗുഡ്. 3. അപ്പൊ 3 എന്ന് പറയുമ്പോ എന്റെ ഇടത്തെ കൈ വരണം. എവിടെ പിടിക്കണം? ഓക്കെ. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഒന്ന് പറഞ്ഞു നോക്കാം. പറയണം, മൈൻഡിനോട് പറയണം. ഓക്കെ. 1 എന്ന് പറയുന്നത് കൈയടിക്കലാണ്. പറഞ്ഞ 2 എന്ന് പറയുന്നത് മടിയിൽ തട്ടലാണ്. പറഞ്ഞ 3 എന്ന് പറയുന്നത് ഇടത്തെ കൈ വലത്തെ ചെവിയിൽ പിടിക്കലാണ്. പറഞ്ഞ 4 എന്ന് പറയുന്നത് തലയിൽ കൈ വെക്കലാണ്. ഇത് 3 ഓക്കെ ആയാ? യെസ് നോ? ഐസ് ഓൺ മീ? യെസ്, ഹിയർ വി ഗോ. അപ്പൊ ഇനി നമ്മൾ തെറ്റിക്കൂല. അതാ ഒന്നും കൂടെ പഠിക്കണോ? ലാസ്റ്റ് ഒരിടക്ക് അത്രമേൽ ബുദ്ധി ചെയ്യണോ? തെറ്റിക്കൂല, അത് എത്ര ഉറപ്പുണ്ടാ? ശരി, ഹിയർ വി ഗോ. 1 4 3. ആരോ ഒരാള് തെറ്റിച്ച്. ആരോ തെറ്റിച്ച്. അപ്പൊ ഒന്നും കൂടെ തുടങ്ങും. തെറ്റിയാ റിപ്പീറ്റ് ആണ്. ഓക്കെ. ഏകദേശം 99% ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഹിയർ വി ഗോ. 1 2 4 3 1 2 4 1 3 3 പെട്ടത്. നമുക്ക് ലാസ്റ്റ് ഒരു വട്ടം നോക്കിയാലോ? ഹെവി ഫോക്കസ് ഉണ്ടോ? ശ്രദ്ധ ഉണ്ടാ? ഇല്ലേ? ഐസ് ഓൺ മീ. ഹിയർ വി ഗോ. 1 4 3 2 1 4. ഗുഡ് ജോബ്. നല്ല ഏടി കൊടുത്ത നിങ്ങൾക്ക് തന്നെ. ഓക്കെ. അപ്പൊ സാറൊന്ന് ചോദിക്കട്ടെ, ആദ്യം ചെയ്യാൻ പറ്റിയ അതോ ഇപ്പൊ ചെയ്യാൻ പറ്റിയ? അതെന്താ ഇപ്പൊ ആദ്യം ചെയ്യാൻ പറ്റാത്ത? മിടുക്കൻ, പ്രാക്ടീസ് ചെയ്തില്ല. അപ്പൊ ക്ലാസ്സിൽ എന്തുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നില്ല? ശരി. അപ്പൊ സാറ് പഠിക്കാനുള്ള 3 സ്റ്റെപ്പുകൾ പറഞ്ഞു തരും. പഠിക്കാനുള്ള 3 സ്റ്റെപ്പ്. എത്ര സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ്, ക്ലിയർലി ലിസൺ. ശ്രദ്ധിച്ച് കേൾക്കണം. ടീച്ചർമാര് പറയുന്നത്, ഉസ്താദുമാര് പറയുന്നത് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ നമുക്ക് ഉറക്കം വന്നാലോ? ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുമോ? ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുമോ? അശ്രദ്ധമായി ഇപ്പൊ വീട്ടില് ഉമ്മ ചിക്കൻ കറി വെച്ച് കാണുമോ എന്തോ, ടിഫിൻ ബോക്സിൽ നിന്ന് ഉമ്മ എന്തായിരിക്കുമോ എന്തോ വെച്ചത്, ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഫോക്കസ്. ലിസൺ കെയർഫുള്ളി. ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമതാണ് ലേൺ. പഠിക്കണം. അപ്പൊ നന്നായി കേട്ടു, നന്നായി പഠിച്ചു. പക്ഷെ നമ്മൾ ചെയ്തപ്പോ തെറ്റിപ്പോയി. അപ്പം കേട്ടാലും പഠിച്ചാലും മതിയാ? പോരാ. പ്രാക്ടീസ് ചെയ്യണം. എന്ത് ചെയ്യണം? എഴുതി 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 പഠിക്കണം. ഇപ്പൊ 3 സ്റ്റെപ്പ്: ലിസൺ, ലേൺ, പ്രാക്ടീസ്. കേക്കട്ടെ? വെരി ഗുഡ്. ഒരിക്കൽ കൂടെ. ഉമ്മമാര് മക്കളെ അങ്ങനെ തന്നെ പഠിപ്പിക്കണം. അപ്പൊ അതില് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, വഴക്ക് പറയാറുണ്ടാ മക്കളെ? അതേ ഉള്ളൂ സാർ. നന്നായി വഴക്ക് പറയുന്ന ഉമ്മമാരൊന്ന് കൈവക്കിയേ. അതിപ്പോ എങ്ങനെ പൊക്കും സാർ? ശരി. ഉമ്മമാരെ, നിങ്ങൾക്ക് മക്കളെ വഴക്ക് പറയാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട്. പക്ഷേ വഴക്ക് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയരുത്. മക്കളൊരു തെറ്റ് ചെയ്യുന്ന കണ്ടാ സ്പോട്ടിൽ എപ്പോഴും പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കരുത്. നേരെ വിളിക്കണം. മോനെ ബാ, കസേരയിട്ട് മുന്നിലിരിക്കണം, ഇവിടെ ഇരിന്ന് പറയാം. അപ്പം പറയും, എന്താ മച്ചി ഇരടാ അവിടെ. നേരെ വരും, നൈറ്റിയുടെ അറ്റത്ത് പിടിക്കും. മച്ചി പറ. ഒന്നുമില്ല, വെക്കോ, പോവരുത്, അവിടെ ഇരിക്കണം. നേർക്ക് നേർക്ക്. മോനടാ, ഇന്നലെ ദറസ് കഴിഞ്ഞ് നീ എവിടെ പോയിരുന്നു? നേരെ വന്നല്ലോ. ഒരിക്കൽ കൂടെ നോക്കണം. മക്കള് തെറ്റാണോ സത്യമാണോ പറയണമെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായില്ലേ?
ആ മോള് ബുദ്ധിപരമായ ഉത്തരം പറയണ്ട. നമ്മളെ ഉമ്മമാർക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല സാർ, പറഞ്ഞു കൊടുക്കരുത്. ബോഡി ലാംഗ്വേജ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോളെ മക്കളതാ. ഇങ്ങനെയാണ് മക്കളിപ്പോ നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ ഞാനാണ് നിങ്ങളെ മോൻ, ഓക്കെ? അപ്പൊ ഞാനിങ്ങനെ വരെയാണ്, ഉമ്മച്ചി. അപ്പൊ ഉമ്മ എന്നോട് ചോദിക്കാൻ, മോനേടാ ഇന്നലെ ദറസ് കഴിഞ്ഞ് എവിടെ പോയിരുന്ന? ഒന്നും പോയില്ല. എന്റെ കൈ നോക്കിയേ, എങ്ങനെ ഇരിക്കണേ? അടഞ്ഞാണ് ഇരിക്കുന്നല്ലേ, മലർന്നിട്ട് ഇങ്ങനെ അടച്ചല്ല വെച്ചിരിക്കണേ. ഇത് കള്ളമാണ്. ഇതെന്താണ്? കള്ളം. ഇനി രണ്ടാമത്, മോനേടാ എവിടെ പോയിരുന്നു ഇന്നലെ? അത് ഉമ്മച്ചി അവന്റെ വീട്ടിലും കൂടെ ഒന്ന് കേറി കേട്ടാ. കൈ എങ്ങനെ ഇരിക്കണേ? തുറന്നിട്ട്. ഇത് സത്യമാണ്. മക്കള് കള്ളം പറയുമ്പോ അവരുടെ കൈകൾ ഇങ്ങനെ തനിയെ അടയും. മക്കളെടാ എല്ലാ സത്യത്തിനും പേപ്പറൊക്കെ ആൻസർ ഷീറ്റ് കിട്ടിയാടാ? ഇല്ലമ്മാ. എന്താണ്? കിട്ടിയിട്ട് ഒരാഴ്ചയായി എന്നാണ് അർത്ഥം. ആയതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഈ മക്കളെ സംബന്ധിച്ച് അവരുടെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച് പറഞ്ഞുതരാം. മക്കളെ വഴക്ക് പറയണമെങ്കിൽ ആ വഴക്കിന്റെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവണം. മോനേണി വാ ഇരി, എന്നിട്ട് ശേഷം അവനോട് അതിനെ തിരുത്തി കൊടുക്കാം. മോന്റെ കൂട്ടുകാരന്റെ വീട്ടില് കൂട്ടുകാരൻ വിളിച്ചു, ഒരു തെറ്റുമില്ലടാ, പക്ഷെ വന്ന ഉടനെ ഉമ്മച്ചി എടുത്ത് പറയണം. വന്ന ഉടനെ ഉമ്മച്ചി എടുത്ത് പറയണം. ഈ ശീലം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഉമ്മമാരോട് ഒരു കാര്യം ചോദിച്ചോട്ടാ, ഈ ചെറിയ കാര്യങ്ങൾ വന്ന് പറയുമ്പോ കേൾക്കാൻ നിന്ന് കൊടുക്കാറുണ്ടോ? ഇവിടെ നമുക്ക് തന്നെ 100 കൂട്ടം കാര്യങ്ങൾ സാർ. പിന്നെയാണ് ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. മക്കളേടാ ഡോണ്ട് മേക്ക് നോയ്സ്, ലിസൺ, ഓക്കെ? ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി. പോയ ചെറുക്കൻ ആരാന്നറിയോ? ഈ കുട്ടി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പൊ ഈ എഞ്ചിനീയറിംഗ്, ഈ കുട്ടിയുടെ വീട് എന്ന് പറയുന്നത് ഇച്ചിരി ഉള്ളിലോട്ടാണ്. അപ്പൊ കോളേജ് ബസ് ജംഗ്ഷനിലേ വരുള്ളൂ. അപ്പൊ ജംഗ്ഷനിലേക്ക് പോകുന്നത് പ്രൈവറ്റ് ബസ്സിലാണ്. അപ്പൊ ഈ പ്രൈവറ്റ് ബസ്സിൽ കിളി ആ പയ്യന്റെ കൂടെയാണ് ഈ മോൾ ഇറങ്ങിപ്പോയത്. ഏറ്റവും നല്ല വീട്ടിലെ, ഉയർന്ന വീട്ടിലെ നല്ല മോളാണ്. അപ്പൊ ഒരാഴ്ച പോയി നിന്ന് പ്രശ്നങ്ങളൊക്കെ ആയി ശേഷം എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് വേണ്ടി കൗൺസിലിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഇത്തരം കേസസിൽ, എല്ലാ കേസസിലും ഞാൻ റൂട്ട് അന്വേഷിക്കും. മോളെ ഇത് എവിടെ നിന്നാണ് തുടക്കം? അപ്പൊ തുടക്കം നിങ്ങൾക്ക് കേൾക്കണ്ടേ? സാറേ ഇത് തുടങ്ങുന്നത് ഒരു ദിവസമാണ്. ഞാൻ അന്ന് ഞങ്ങളുടെ കോളേജിന്റെ ആനുവൽ ഡേ, ഞാൻ പുതിയൊരു കിട്ടിലം സൽവാർ മേടിച്ചു. ഞാനത് നന്നായി ഒരു ബൊട്ടീക്കിൽ കൊണ്ടുപോയി തുന്നി പാകാക്കി ഞാൻ നന്നായി ഡ്രസ്സ് ചെയ്ത് നേരെ അടുക്കളയിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ ഉമ്മാട് ചോദിച്ചു, ഉമ്മച്ചി ഈ ഉടുപ്പ് എങ്ങനെയുണ്ട്? ഉമ്മച്ചി എന്തോ കടുക് വറുക്കുകയായിരുന്നു. ആ വറുക്കുന്ന ആ കടുകിന്റെ എണ്ണയുള്ള സ്പൂൺ ഇങ്ങനെ പൊക്കി കാണിച്ചു. ഞാൻ അപ്പൊ തന്നെ പോയി, നേരിട്ട് പറഞ്ഞതാണ്. നേരെ വാപ്പാടുക്കൽ ചെന്നു, വാപ്പച്ചി ഉടുപ്പ് എങ്ങനെയുണ്ട്? വാപ്പച്ചി മൈൻഡ് ചെയ്തില്ല. എന്തോ ഒരു കമന്റ് പറഞ്ഞു വിട്ട്. പിന്നെ ഒരു പെങ്ങളാണ് അവക്കുള്ളത്. പെങ്ങൾ ചോദിച്ചിട്ടാ ഇതെങ്ങനെയുണ്ട്? പെങ്ങൾ പറഞ്ഞ് ഇച്ചിരി വലുതാണ്, മാറ്റി വെച്ചാൽ ഞാൻ ഇട്ടോളാം. അങ്ങനെ അവിടെ ഒന്നും ഒരു ഉത്തരം കിട്ടിയില്ല. ഷീ വാസ് വെരി ഡിസപ്പോയിന്റഡ്. തളർന്നുപോയി പാവം. കാരണം ബൊട്ടീക്കിലൊക്കെ കൊണ്ടുപോയി തയ്പ്പിച്ച് ഒക്കെ വന്നു. ശേഷം നേരെ പ്രൈവറ്റ് ബസ്സിൽ കയറി. ഇറങ്ങാൻ നേരത്ത് കിളി ഒരു സെന്റൻസ്, ചുരിദാർ കൊള്ളാട്ടാ, വാവ്, മതി. അപ്പൊ ഞാൻ തീരുമാനിച്ചു, സാർ എന്റെ ഒരു ചുരിദാറിനെ കൺഗ്രാജുലേറ്റ് അവന് പറ്റുമെങ്കിൽ അവന്റെ കൂടെ ഞാൻ എന്നും ജീവിക്കും. എങ്ങനെയുണ്ട് അല്ലെ? ഈ മോള അഭിപ്രായം എങ്ങനെയുണ്ട്? വളരെ നന്നായിരിക്കുന്നില്ലേ? വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ചോദിച്ച അടുത്ത ചോദ്യം, മോളടാ ഈ ഇറങ്ങിപ്പോകുന്ന ദിവസം, വാപ്പ ഗൾഫിലാണ്, ഇവര് ഈ 3 പേരുമാണുള്ളത്. ഈ ഇറങ്ങിപ്പോയ ദിവസം വാപ്പ നാട്ടിലുണ്ടായിരുന്നു? അത് വാപ്പ നാട്ടിലില്ല സാർ. നീ ഉമ്മ അടുത്ത് ഒരു സൂചന കൊടുക്കണമെന്നുണ്ടായിരുന്ന? ഈ മോളുണ്ടല്ലോ അത്രയും നേരം ഇങ്ങനെ അവൾക്കുണ്ടായതിനെ പറ്റിയിട്ടുള്ള കരച്ചലിന്റെ കലങ്ങിയ കണ്ണുമായിട്ടാണ് അവരുന്നത്. ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോ ആ മോൾ ആ കസേരയിൽ നിന്ന് ചാടി എണീറ്റ്. സാറേ ഞാൻ 5 പ്രാവശ്യം പറയാൻ വേണ്ടി ചെന്ന്, പക്ഷെ എന്റെ ഉമ്മ എനിക്ക് മുഖം തന്നില്ല. ഞാൻ പറയും, മോളെ ഇരി, സിറ്റ്. എന്തു പറ്റിയെന്ന്? സാറേ ഞാൻ ആദ്യത്തെ പ്രാവശ്യം
ഞാൻ ഇറങ്ങിപ്പോണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വെളിയിലൊന്ന് പോണെന്ന് പറയാൻ വേണ്ടി എൻ്റെ ബാഗൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. പോകാൻ വേണ്ടി ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. ഉമ്മ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉമ്മ അടുത്ത് ഇങ്ങനെ, അത് ഉമ്മച്ചി. അപ്പൊ ഉമ്മ ഇങ്ങനെ, എന്തടാ? അത് ഉമ്മച്ചി, നമ്മളെ ബസ്സിലെ മറ്റേ അയാളെ അറിയാമോ? ആ, അയാള് എന്ന് ഇറങ്ങി നമ്മളെ ചപ്പാത്തി പരത്തുന്ന കുഴലുണ്ടല്ലോ, അതിങ്ങനെ നേരെ ഇങ്ങനെ എടുത്തു. അതെടുത്ത പാട് അവള് പറഞ്ഞു, ഇല്ല ഒന്നുമില്ല, അങ്ങനെ പ്രശ്നമേ ഇല്ല, ടാറ്റ. ഉമ്മയുടെ ഒരൊറ്റ നോട്ടത്തിൽ ഞാൻ വേറൊന്നും പറഞ്ഞില്ല. പക്ഷെ ഉമ്മ ആ മോളെ എന്ന് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനന്ന് പോവില്ലായിരുന്നു. ഇത് ഒരു മകൾ, നന്നായി വളർത്തിയൊരു മകൾ, അവളുടെ ജീവിതം താറുമാറായ അവസ്ഥയിൽ എന്നോട് പങ്കുവച്ചതാണ്. അതുകൊണ്ട് ഉമ്മമാരെ, വഴക്ക് പറയുന്നതോ കേൾക്കുന്നതോ നന്നായി ശ്രദ്ധിക്കാൻ. മക്കൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഉമ്മച്ചി ഇന്ന് അവൻ റബ്ബർ മേടിച്ചു കേട്ടാ, അതിന് എന്ന് ചോദിക്കരുത്. അത് ആ കഥ കേൾക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോ കേൾക്കാൻ നിന്നാൽ വലിയ വലിയ കാര്യവും നിങ്ങളടുത്ത് വന്ന് പറയും. നേരെ മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ചപ്പാത്തിയും പരത്തിക്കൊണ്ടിരുന്ന വലിയ വലിയ കാര്യവും വീട്ടിലിരുന്ന് തനിയെ പരത്തേണ്ടി വരും, മോള് കാണൂല. സോ വെരി കോഷ്യസ്. മക്കൾക്ക് ലിസണിങ് ഇയേഴ്സ് നമ്മൾ കൊടുത്തേ മതിയാവും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ ആയതുകൊണ്ട് ഉമ്മമാര് വളരെ ശ്രദ്ധിക്കാൻ. മക്കൾക്ക് എപ്പോഴും വഴക്ക് പറയല്ലേ, ആ സിസ്റ്റം നിങ്ങൾ മാറ്റി വെച്ചേ മതിയാവും. വഴക്ക് പറയാനുണ്ടോ, നേരെ വിളിച്ചു വരുത്ത്, ഇരുത്ത്, സംസാരിക്കും. കാരണം ഈ മക്കളിൽ കുറച്ചു പേർ ഞങ്ങളുടെ കോളേജിൽ, പ്രൊഫഷണൽ കോളേജിൽ വരും. അപ്പൊ ഞങ്ങൾ വഴക്ക് പറയും, ഉളുപ്പില്ല നിന്ന് കേൾക്കും. എത്ര 2 മണിക്കൂർ തെറി വിളിച്ചിരുന്നാൽ എന്ത് ചെയ്യും? ഉളുപ്പില്ല നിന്ന് കേൾക്കും. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കും, പോട്ടാ സാർ. അപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ ഇത്ര തൊണ്ടയിട്ട് അലറി നില വിളിച്ചിട്ട് ഇവൻ ഒരു കൂസലുമില്ല. കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ 16 കൊല്ലമായിട്ട് ഇവൻ കേൾക്കുകയാണ്. കഴിഞ്ഞ 16 കൊല്ലമായിട്ട് ആരാക്കി? ഉളുപ്പില്ലാത്തവനാക്കി. തെറ്റ് ചെയ്യുന്നവൻ അവന് ഒരു എളുപ്പമില്ല. അവൻ തെറ്റിയുന്നു, വഴക്കൊള്ളുന്നു, തെറ്റിയുന്നു, വഴക്കൊള്ളുന്നു, തെറ്റിയുന്നു, അടികൊള്ളു, തെറ്റിയുന്നു, കേൾക്കുന്നു. അങ്ങനെ വഴക്ക് പറയില്ലേ? വഴക്ക് പറയുന്നതിനെ സീരിയസ് ആയി കാണണം. ഒരു കാര്യം ചോദിച്ചോട്ടാ, മക്കളെ അടിക്കാമോ? നല്ല ചോദ്യം സാർ. എന്നും കൊടുക്കാറുണ്ട്. മക്കളെ അടിച്ചുകൂടാന്നാണ് മക്കളുടെ അഭിപ്രായം. മക്കൾക്ക് നല്ല അടി കൊടുത്തിട്ടുള്ള ഒരു ഉമ്മമാർ കൈവക്കെ എപ്പോഴെങ്കിലും? പിന്നല്ല സാർ. ശരി, കണ്ട മക്കളെ എണീറ്റ് നോക്കണം, എന്റെ അമ്മ ഉണ്ടാ. ഇല്ലെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയും, സാർ കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. മക്കളെ അടിക്കാമോ ഇല്ലയോ എന്നുള്ളത് എല്ലാ മാതാപിതാക്കളും ഞങ്ങൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ ആൻസർ അടിക്കണോ വേണ്ടേ? അടിക്കണോ വേണ്ടേ? അടിക്കണോ വേണ്ടേ എന്നുള്ളതിന്റെ സൈക്കോളജിക്കൽ ആൻസർ അടിക്കാം. മക്കളടിക്കാം. പക്ഷേ എപ്പോൾ? ഇതാണ് ക്വസ്റ്റ്യൻ. മക്കളെ 2 പേര്, 2 ആൺമക്കളായിരുന്നു. ഈ ആൺമക്കൾ മാത്രമുള്ള ഉമ്മമാരെന്ന് കൈവക്കെ. ആ ശരി. ഈ ആൺമക്കൾ മാത്രമുള്ള ഉമ്മമാര് കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുക്കൽ വരും. എന്നിട്ട് അവരെന്താ പറയുമെന്നറിയോ? വീട്ടിൽ ഞാൻ ചോദിക്കും, വീട്ടിൽ എത്ര പേര്? അത് 2 ആൺമക്കൾ. സാറേ, ഇതിനെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പടച്ചവൻ ഒരു പെണ്ണിനെ തന്നില്ല സാർ. അപ്പൊ ഇതാണ് അവരുടെ കംപ്ലൈന്റ്. ഇനി പെൺമക്കൾ മാത്രമുള്ളവരെന്ന് കൈവക്കെ. മാഷാ അല്ലാഹ്. ഇനി ഈ പെൺമക്കൾ മാത്രമുള്ള ഉമ്മമാര് നമ്മളടുത്ത് വരും. സാറേ, മോള് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ചോദിക്കും, വീട്ടിലാരൊക്കെ ഉണ്ട്? സാറേ, 3 മോളാണ്. ഇതിനെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ ഒരാണിനെ അള്ളാഹു തന്നിരുന്നെങ്കിൽ സാർ എത്ര നന്നായിരുന്നേ. ശരി. ആൺമക്കളും പെൺമക്കളും ഉള്ളവരെന്ന് കൈവക്കെ. മാഷാ അല്ലാഹ്. ഇനി ഈ പാരന്റ്സ് ഞങ്ങളെടുക്ക വരും. അപ്പൊ ഞാൻ ചോദിക്കും, വീട്ടിലാരൊക്കെ ഉണ്ട്? സാറേ, 2 മോളും 1 മോനും. എന്ത് പറയാൻ സാർ, കീരിയും പാമ്പിനെ ഒരുമിച്ചാണ് അള്ളാഹു വീട്ടിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ആണായാലും പ്രശ്നം, പെണ്ണായാലും പ്രശ്നം, കലർന്നാലും പ്രശ്നം. ഇത് 3 രീതിയിലല്ലേ അള്ളാഹുവിന് തരാൻ പറ്റൂ? വേറെ 4ാമത് രീതി ഉണ്ടോ? എങ്കിൽ 4ാമതൊരു രീതി റബ്ബിനുണ്ട്. അത് തരാതിരിക്കലാണ്.
അത് തരാതിരിക്കലാണ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി 100 കണക്കിന് ആശുപത്രി വരാന്തകൾ കയറി ഇറങ്ങുന്നവരെ നിങ്ങൾക്കറിയില്ലേ? നിങ്ങളെ കുടുംബങ്ങളിൽ ഉണ്ടാവൂലേ? അള്ളാഹു അവരിൽ നിന്നെല്ലാം മാറ്റിയിട്ടാണ് ഈ മക്കളെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആ മക്കള് സമ്മാനങ്ങളാണോ അല്ലയോ? മക്കളില്ലായ്മ, അബദ്ധർ, സന്താനങ്ങൾ നിലച്ചു പോകുന്നൊരവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മുടെ സന്താന പരമ്പരയെ കാക്കട്ടെ. ആമീൻ പറയും മക്കളെ, ആമീൻ. അത്രമേൽ പവർഫുൾ ആണ്. നിങ്ങളുടെ സ്വർഗത്തിനെയും നരകത്തിനെയും തീരുമാനിക്കാൻ കെൽപ്പുള്ള കിട്ടിലും ആൾക്കാരാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ആയതുകൊണ്ട് ആ മക്കളെ നന്നായി ടേക്ക് കെയർ ചെയ്യണം. എപ്പോഴും വഴക്ക് പറയരുത്. വഴക്ക് പറയണമെങ്കിൽ അതിന് വേണ്ടി മാത്രമേ പറയാവൂ. അതിൻ്റെതായ ഗൗരവത്തിൽ പറയണം. ഇനി മക്കളെ എപ്പോ നിങ്ങൾക്ക് അടിക്കാം? ഒരു തെറ്റ് ചെയ്തു, 2 ആമക്കളുണ്ട്. അകത്ത് നിന്ന് ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചു, നേരെ ബൾബിലേക്ക് പോയി, ബൾബ് പൊട്ടിയ പാട് ഓടി വരും. നിലവിളിയായിരിക്കും. മക്കൾ എടുത്തു ചാടി ഓടും, എവിടെയെങ്കിലുമൊക്കെ ഓടും. പിന്നെ കണ്ടുപിടിച്ച് പൂര വഴക്കായിരിക്കും. എന്നിട്ട് ലാസ്റ്റ് പറയുന്ന സെന്റൻസ് ഉണ്ട്, നിന്റെ വാപ്പ അങ്ങേരിങ്ങ് വരട്ടെ. പടച്ചവനെ, പാവം മക്കൾ. പൊട്ടിയത് രാവിലെ ആയിരിക്കും, 10:30 മണി. അദ്ദേഹം വരുന്നത് 6 മണിക്കായിരിക്കും. 6 മണി വരെ എങ്ങനെ വറയ്ക്കും. 6 മണിയാകുമ്പോൾ ഓഫീസിൽ നിന്ന് അദ്ദേഹം വരും. അന്നത്തെ ദിവസം ബോസിന്റെ വായിൽ നിന്നെല്ലാം കേട്ടിട്ടായിരിക്കും വരാം. നേരെ വീട്ടിലേക്ക് വരും. അപ്പൊ കാണാം ആദ്യം ഉമ്മ, നിങ്ങളെ മോൻ കണ്ടാ 2 ബൾബും അടിച്ച് പൊട്ടിച്ചിട്ട് നിൽക്കുകയാണ്. എവിടെടാ അവൻ എന്ന് പറഞ്ഞ് 2 പിടി തൂക്കിയെടുക്കും, 3 അടി ദാ കിടക്കും. പാവം അടി കൊണ്ട് ക്ഷീണിച്ച് പോയി കിടന്നുറങ്ങും. അവനിങ്ങനെ ഉറങ്ങാന്നതിന് മുന്നേ ഉമ്മ വരും, എല്ലാം വാങ്ങിക്കൊടുത്തതാണ്. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഒന്നും അറിയാതെ വരും. വന്നിട്ട് നേരെ, വേദനിച്ചാടാ? ഒരു തടകലുണ്ട് ഇല്ലേ മക്കളെ? എല്ലാരും പറയണം ഓന്ന്. വല്ല വേദനിച്ചാടാ? പോട്ട് കേട്ടാ, അത് വാപ്പിച്ചി മോൻ നന്നാവാൻ വേണ്ടി അടിച്ചതാണ്. പാവം അവൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കും, എന്നിട്ട് അങ്ങ് ഉറങ്ങിപ്പോവും. ആ ഉപ്പാനെ അവൻ കാണുന്നില്ല. ആ ഉപ്പ എന്തുകൊണ്ടാണ് അടിച്ചതെന്നും അവൻ കാണുന്നില്ല. ആ ഉപ്പയെ പറ്റി അവൻ അറിയുന്നേയില്ല. അവൻ ഉറങ്ങിയതിനു ശേഷം ഉപ്പ ഉറങ്ങാൻ വേണ്ടി കിടക്കും. പക്ഷെ അദ്ദേഹത്തിന് ഉറക്കം വരില്ല. നേരെ മകന്റെ റൂമിലേക്ക് വരും. ആ അടിച്ച പാടിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ആ ഉപ്പ ഇങ്ങനെ എത്രയോ ദിവസം തടവിയിട്ടുണ്ടാവും. പക്ഷെ ആ ഉപ്പായെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. മക്കളെ, നിങ്ങളോട് നിങ്ങൾ എന്ന് സാറ് പറയണ ഒന്നും കേട്ടില്ലെങ്കിലും ഇത് പറയണ നിങ്ങൾ കേൾക്കണം. സാറ് ചിലപ്പോൾ കോളേജിൽ നിന്ന് എത്താൻ ലേറ്റ് ആവും. കുട്ടികളൊക്കെ ഉണ്ടാവും, നിറയെ കൗൺസിലിംഗ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ എത്താൻ വേണ്ടി ലേറ്റ് ആവും. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ ഭാര്യ ഉണ്ട്, എനിക്ക് ഇരട്ട മോളാണ്, 2 മക്കൾ. എത്ര മക്കൾ? 2 മക്കൾ. അപ്പൊ ഇത്രയും പേരാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പൊ ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് എത്തുമ്പോ കോളേജിന്റെ കാറിൽ നിന്ന് ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് ഗേറ്റിൽ ഞാൻ ഇങ്ങനെ നോക്കും, വാപ്പാടെ ചെരുപ്പ് വെളിയിലുണ്ടോ എന്ന് ഞാൻ നോക്കുമ്പോ ഉണ്ട്. പെട്ട് നെഞ്ചിടിക്കാൻ തുടങ്ങും. ഇനിയിപ്പോ ലേറ്റ് ആയിട്ട് വന്നതിന് വാപ്പ വഴക്ക് പറയും. അപ്പോ ആ വാപ്പാടെ വെളിയിലുള്ള ചെരുപ്പിനെ ഞാൻ ഒരു കാലത്ത് ഭയത്തോടെയാണ് കണ്ടിരുന്നത്. ഇന്ന് ഞാൻ കോളേജ് വിട്ടു വരും, പഴയതുപോലെ ഞാൻ ആ ഗേറ്റ് ഒന്ന് പൊന്തി ഇങ്ങനെ നോക്കും, എൻ്റെ ഉപ്പാടെ ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. എന്നിട്ട് ഇന്ന് എനിക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയ വസ്തുത എന്താണെന്നറിയോ? എൻ്റെ ഉപ്പാടെ ചെരുപ്പ് വെളിയിലുണ്ട് എങ്കിൽ എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും സംരക്ഷിതമാണ്, സുരക്ഷയാണ്. എൻ്റെ ഉപ്പാടെ ചെരുപ്പ് വെളിയിലുണ്ടായിരുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ നിർഭയത്വം. ഇന്ന് ഞാൻ ഭയക്കുന്നു. ഇന്ന് ഞാനൊന്ന് താമസിച്ചാൽ എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, എൻ്റെ ഉമ്മ ഉടനെ തന്നെ കാവലിന്റെ ആയത്തോതി അള്ളാഹുവിനെ ഞാൻ ഭരമേൽപ്പിക്കും. എൻ്റെ ഉപ്പ അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. മക്കളേടാ, സാർ ഒരു കാര്യം പറഞ്ഞിട്ടാ, ഉമ്മയും ഉപ്പയും ഉണ്ടാ? എത്ര കാലം അള്ളാഹു ഉമ്മയും ഉപ്പയും നമുക്ക് തരും? കുറച്ച് കാലേ തരുള്ളൂ. ആ കാലത്ത് നിങ്ങൾ സുന്ദരമായി സ്നേഹിക്കണം. സ്നേഹിക്കോ? അവരെ നിങ്ങൾ അനുസരിക്കണം. അനുസരിക്കോ?
എങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇനി ഉമ്മമാരെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ കാലാകാലം ഈ മക്കളുടെ കൂടെ ജീവിക്കാന്ന്? ഉണ്ടോ? ഇല്ല. എണ്ണി തിട്ടപ്പെടുത്തിയ ദിവസം, അത്രേ ഉള്ളൂ നിങ്ങൾ മക്കളുടെ കൂടെ. അത് കഴിഞ്ഞാൽ നേരെ പള്ളിക്കാട്ടിലേക്കാണ്. സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുമെന്ന് ഒരു ഉമ്മയും വിചാരിച്ചു പോകരുത്. അവിടെയും സ്വസ്ഥതയില്ലേ സാർ? ഇല്ല. സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ മൂന്നാമത്തെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് എക്സസൈസിലേക്ക് പോകാം. മക്കളെ, പേര് പറഞ്ഞു. അയാൻ അല്ലേ? അയാന്റെ പാന്റ് ഷർട്ടും ആര് കഴുകി തരും? ഉമ്മി. അയാന്റെ ഉമ്മ ഉണ്ടോ? അയാന്റെ ഉമ്മി. ശരി. മോനെ വയസ്സെത്രയായി? 10. ഇന്ന് സുബഹി നിസ്കരിച്ച മോനെ? എത്ര മണിക്ക്? സത്യം പറയാം. 4, 9, 8, 7, 6:45. മാഷാ അല്ലാഹ്. ഇരിക്ക്. അയാൻ, ഫുൾ നെയിം? അയാൻ മുഹമ്മദ്. അയാൻ മുഹമ്മദിന് വയസ്സ് 10. 10 വയസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലിമിറ്റിംഗ് ഏജ്. 10 വയസ്സ് കഴിഞ്ഞാൽ മകന്റെയും മകളുടെയും കാര്യം അവൻ തന്നെ ചെയ്യണം. നിങ്ങൾ ചെയ്തു കൊടുക്കരുത്. മക്കളുടെ ഉഴുപ്പ് കഴുകിയിട്ട് കൊടുക്കുന്ന ഉമ്മമാരൊന്ന് കൈവക്കിയേ. 10 വയസ്സിന് ശേഷം കോളേജിലാണ് പഠിക്കുന്നത് സാർ, ഞാൻ തന്നെയാണ് കഴുകുന്നത്. ശരി, ഒരു സിനാരിയോ സാർ പറഞ്ഞിരട്ടെ, ശ്രദ്ധിക്കുന്നു. ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളെ സ്വന്തം കാലിൽ നിർത്തണം. വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം അതിശക്തമാണ്. മക്കൾക്ക് കിട്ടില്ല, ഡിസിപ്ലിൻ വേണം. നേരെ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്ന് ഉടുപ്പൂരി വലിച്ച് നേരെ കട്ടിലേക്ക് എറിയുന്ന സിദ്ധാന്തം നിർത്തണം. വീട്ടില് അഴുക്ക് തുണികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ചെറിയ എന്തെങ്കിലും ഒരു യുട്ടൻസിൽ നിങ്ങൾ അവിടെ വെക്കണം. അതിലേക്ക് അതിനെ ഇടാൻ പറയണം. 2-3 ദിവസം ആകുമ്പം വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോയി അതിനെ അലക്കാൻ പറയണം. ശേഷം അതിനെ ഉണക്കാൻ പറയണം. സമയമുണ്ട് എങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അവരോട് അയൺ ചെയ്യാൻ പറയാം. ഇല്ല എങ്കിൽ ഇനി ശ്രദ്ധിച്ചു കേൾക്ക്. ഒരു ദിവസം നമുക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്ര പോണ്ടേ? നമ്മൾ പോയി നിശ്ചലമായി നമ്മൾ കിടക്കുന്നു. അവരെ കബറടക്കി. അടുത്ത ദിവസം 3 ദിവസം മക്കൾ ദുഃഖമാചരിച്ചു. അതിന്റെ അടുത്ത ആഴ്ച ദുഃഖമാചരിച്ച് വീട്ടിലിരിക്കണോ, സ്കൂൾ കോളേജിൽ പോണോ? നിങ്ങൾ ആഗ്രഹം എന്താണ്? സ്കൂൾ കോളേജിൽ പോണം. അപ്പൊ ഈ മോൻ എന്ത് ചെയ്തു? അടുത്ത ആഴ്ച വന്നു. ഉമ്മ മരണപ്പെട്ടിട്ട് അടുത്ത ആഴ്ച മോൻ നേരെ എണീറ്റിട്ട് വന്നു. അപ്പൊ ആദ്യത്തെ ദിവസം കൊച്ചുമ്മമാര് മാമിമാരൊക്കെ വീട്ടിലുണ്ട്. അപ്പൊ മോൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. എന്താണ് അന്വേഷിക്കുന്നതെന്നറിയോ? പാന്റിന്റെ അടിയിൽ ഇടേണ്ട ഇന്നർ ഇതെവിടെയാണ് ഉമ്മ കഴുകി വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. കാരണം അത് കഴുകിയോ അത് കണ്ടെത്തിയോ ശീലമില്ല. അങ്ങനെ നേരെ കൊച്ചുമാടി ചെന്ന് പറയും. നാണം കെട്ടിട്ട് അവൻ പറയും, എനിക്കിടാനുള്ള അടിവസ്ത്രങ്ങൾ കാണാനില്ല. അപ്പൊ ആ കൊച്ചുമ്മ ഇങ്ങനെ ലജ്ജയോടെ ചോദിക്കും, ഉമ്മ ഇതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അങ്ങനെ അവരതൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് അത് എടുത്തു കൊടുക്കും. എന്നിട്ട് ഇവനിങ്ങനെ നേരെ അയണിങ് ടേബിളിന്റെ അടുത്ത് വരും. അയൺ ബോക്സ് ഓണാക്കാൻ അവൻ അറിയില്ല, തേക്കാൻ അറിയില്ല. കൊച്ചുമാന്ന് വിളിക്കും. കൊച്ചുമ്മ വന്നത് അയൺ ചെയ്ത് കൊടുക്കും. എന്നിട്ട് കൊച്ചുമ്മ ഇങ്ങനെ നോക്കും, മോനെ ഇതൊന്നും തനിയെ ചെയ്യാറില്ലേ? ഇല്ല. ശേഷം അവൻ ചെല്ലും. ഷൂസ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല, പോളിഷ് ചെയ്യാൻ അറിയില്ല, ബാഗുകൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയില്ല. അന്നേ ദിവസം അവന് വളരെ ദുസ്സഹമായിരിക്കും. വൈകുന്നേരം വീട്ടിൽ വരുന്നതിന് മുന്നേ അവൻ നേരെ പള്ളിക്കാട്ടിലേക്ക് വരും. എവിടെയാണ് വരണമെന്നറിയോ? നിങ്ങളുടെ ഖബർസ്ഥാന്റെ അടുക്കൽ. ആണാ പറന്നവനാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അവൻ സലാം പറയും. എന്നിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും, അമ്മച്ചി എന്നെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചെന്നൂടായിരുന്ന അമ്മച്ചി? ഇതൊക്കെ എന്നെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചുവിടായിരുന്ന? എനിക്ക് വയ്യ അമ്മച്ചി, നാണം കെട്ട് ഞാൻ ഇല്ലാതായിപ്പോയി. ഈ ചോദ്യം കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? കേൾക്കൂലെന്നാണോ വിചാരം?
കേൾക്കൂലെന്നാണോ? ഇനി ഇപ്പുറത്ത് സ്വന്തം കാലിലാണ് മക്കളെ നിർത്തിയതെങ്കിൽ അന്ന് വൈകുന്നേരം വീട്ടിൽ വരുന്നതിന് മുന്നേ യഥാർത്ഥ പാഠം പഠിച്ചവൻ, അവന്റെ ഉമ്മ ഖബറിസ്ഥാനിലാണ് എങ്കിലും അവനുമായുള്ള യാതൊരു ബന്ധത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. ഞാൻ എന്റെ ഉമ്മയെ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെ കണ്ടോ അതുപോലെ ഞാൻ എന്റെ ഉമ്മയെ കാണാൻ വേണ്ടി വരും. ഉമ്മച്ചി അസ്സലാമു അലൈക്കും, ഇന്നലെ ഞാൻ എന്റെ ഉമ്മച്ചിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്, ഉമ്മച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ജീവിച്ചിരിക്കുന്ന ജാരിയായ സദഖയാണ് ഞാൻ. നിങ്ങളുടെ തുലാസിൽ എന്ത് പ്രശ്നമുണ്ടോ ഞാൻ പരിഹരിക്കും. ഇന്നറിയോ, ഞാൻ തന്നെയാണ് ഉടുപ്പ് തേച്ചത്, ഞാൻ തന്നെയാണ് എന്റെ ഉടുപ്പെടുത്തത്. ഉമ്മച്ചി എനിക്ക് പഠിപ്പിച്ചു തന്ന ഓരോ പാഠങ്ങളും എനിക്ക് നന്നായി ഉപയോഗപ്പെട്ട് അൽഹംദുലില്ലാ. ശേഷം അവൻ റബ്ബിന്റെ അടുക്കൽ ഇങ്ങനെ കൈനീട്ടും, യാ റബ്ബനാ, എന്നെ എന്റെ സ്വന്തം കാലിൽ നിർത്തിയ എന്റെ ഉമ്മച്ചിക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നോക്കത്താ ദൂരത്ത് നിന്റെ നൂറിനാൽ ആ ഖബറിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഇന്നലെ രാത്രി ഞാൻ മുൾക്കോതിയിട്ടാണ് കടന്നത്, എന്നെ മുൾക്കോതാൻ പഠിപ്പിച്ചത് എന്റെ ഉമ്മയാ ആയതുകൊണ്ട് ആ ഖുർആനിനെ എന്റെ ഉമ്മയുടെ കൂട്ടുകാരനായി നീ മാറ്റണേ അല്ലാ. ആദ്യത്തെ മകനെ വേണോ രണ്ടാമത്തെ മകനെ വേണോ? പറയും. എങ്കിൽ പണിപ്പെടണം, എങ്കിൽ അധ്വാനിക്കണം, തീർച്ചയായിട്ടും അധ്വാനിക്കണം. അപ്പൊ മക്കളെ, നമുക്ക് 5 എക്സസൈസ് വേഗം പഠിച്ചാലോ? യെസ് നോ? ഐസ് ഓൺ മീ? യെസ്. എത്ര എണ്ണം പഠിച്ച്? ഒരെണ്ണം പഠിച്ചു അല്ലേ? ഒരെണ്ണം ഒന്നും ചെയ്തേടാ. ഈസി. സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് വെൽ. സ്ട്രെച്ച്. ഓക്കെ. തമ്പും 4 ഫിംഗറും അല്ലേ? ഓക്കെ. 1 റൈറ്റ് തമ്പ് പൊന്തിച്ച മക്കളെ, പൊന്തിച്ചടാ. ഷോൾഡർ ലെവലിൽ കൈ പൊന്തിച്ചടാ. നേരെ സ്ട്രെച്ച് ചെയ്ത മോളെ. ഷോൾഡർ ലെവൽ, ഷോൾഡർ ലെവൽ. അങ്ങനെ മിടുക്കാൻ. വെരി ഗുഡ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. 2 തിരിച്ച്. ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് തമ്പും റൈറ്റ് ഫോർ. 1 2 1 2. ശരി. ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതാ? മാത്സ്. ചിലർക്ക് മാത്സ്, ചിലർക്ക് ഇംഗ്ലീഷ്, ചിലർക്ക് ഹിന്ദി. ഓക്കെ. മാത്സ് നന്നായി ചെയ്ത് എനിക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം ആഗ്രഹമുള്ളവരൊന്ന് കൈവയ്ക്ക്. മാഷാ അല്ലാഹ്. പുട്ട് ഹാൻഡ്സ് ഡൗൺ മക്കളെടാ. പുട്ട് ഹാൻഡ്സ് ഡൗൺ. നമുക്ക് 2 തരം ബ്രെയിൻ ഉണ്ട്. എത്ര തരം? ഒന്ന് ലെഫ്റ്റ് ബ്രെയിൻ, 2 റൈറ്റ് ബ്രെയിൻ. ഒന്ന് ലെഫ്റ്റ് ബ്രെയിൻ, 2 റൈറ്റ് ബ്രെയിൻ. ലെഫ്റ്റ് ബ്രെയിൻ ആണ് മാത്സിന്റെ ആള്. മാത്സിന്റെ ആളാരാണ്? ഏത് ബ്രെയിൻ? മാത്സിന്റെ ആളാരാണ്? ഏത് ബ്രെയിൻ? ലെഫ്റ്റ് ബ്രെയിൻ. മിടുക്കാൻ. ലാംഗ്വേജ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, വരയ്ക്കൽ, കാണാതെ പഠിക്കൽ, ഇതൊക്കെ റൈറ്റ് ആണ്. അപ്പൊ ഒരു മോൻ നന്നായി വരയ്ക്കുന്നുണ്ട്, നന്നായി കാണാതെ പഠിക്കുന്നുണ്ട്, ഏത് ബ്രെയിൻ കൊള്ളാം? റൈറ്റ് ബ്രെയിൻ കൊള്ളാം. മാത്സ് 0 മാർക്ക്, സ്ഥിരം നമ്മൾ തോറ്റുപോകും. ഏത് ബ്രെയിൻ ഇല്ല? ലെഫ്റ്റ് ബ്രെയിൻ ഇല്ല. അപ്പൊ നമുക്ക് പരീക്ഷ എഴുതാൻ ലെഫ്റ്റ് ബ്രെയിൻ വേണോ രൈറ്റ് ബ്രെയിൻ വേണോ? രണ്ടും വേണോ? രണ്ടും വേണം. അപ്പൊ ആ 2 ബ്രെയിനും വളർത്താൻ, കിട്ടിലമായിട്ട് മാത്സ് ചെയ്യാൻ സാർ ഒരു എക്സസൈസ് പറഞ്ഞു കേട്ടോ. ശരി.
എന്നാൽ മോതിരവിരൽ ലെഫ്റ്റ് ബ്രെയിനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ വിരൽ അനക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് ബ്രെയിൻ അനക്കിയിട്ടില്ല? ലെഫ്റ്റ് ബ്രെയിൻ അനക്കിയിട്ടില്ല. അതായത് ഏത് സബ്ജക്റ്റ് ഇതുവരെ പഠിച്ചിട്ടില്ല? മാത്സ് ഇതുവരെ പഠിച്ചിട്ടില്ല. മനസ്സിലായ കാരണം? ശരി. അപ്പൊ അതിനെ സാർ ഒന്ന് അനക്കി തരട്ടാ. ഫോക്കസ് കംപ്ലീറ്റ് റിംഗ് ഫിംഗർ. പതുക്കെ ഒന്ന് അനക്കി നോക്കിയേ. 1 ലേശം അനങ്ങുന്ന. കേറി വാ. 2 മക്കളെടാ, ഇവിടെയും ഇവിടെയും ചിലരൊക്കെ ഇങ്ങനെ കടന്ന് കറങ്ങുന്നു. മക്കളെ, ശരീരം ആവശ്യമില്ല. ഇതിന് ഏത് മാത്രം മതി? കൈ മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സ്ട്രെച്ച് സ്ട്രെച്ച് സ്ട്രെച്ച്. ശ്രദ്ധ എവിടെ മാത്രം? റിംഗ് ഫിംഗർ. പതിയെ നനയ്ക്ക്. 1 2 3 4 5 6 7 8 9 10. ഗുഡ് ജോബ്. ഇനി ഒന്ന് ലിറ്റിൽ ഫിംഗർ കറക്കി ഒരുമിച്ച് വെച്ചിട്ട് പെട്ടെന്ന് കറങ്ങും. ലിറ്റിൽ ഫിംഗർ, ചെറിയ ചിന്നി വിരൽ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. മക്കളെ, പഠിക്കുന്നതിന് മുന്നേ ഈ ഒരു എക്സസൈസ് ഓരോ വിരലും ഫ്രണ്ടും ബാക്കും 10 ടൈംസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ക്വിക്കായിട്ട് ബുദ്ധി വളരാൻ തുടങ്ങും. ക്വിക്കായിട്ട് എന്ത് വളരാൻ തുടങ്ങും? ക്ലാസ്സിൽ ലാസ്റ്റ് റാങ്ക് മേടിക്കുന്നവൻ ഫസ്റ്റ് റാങ്ക് മേടിക്കാൻ തുടങ്ങും. അത്ഭുതകരമായ എക്സസൈസ് ആണ്. ഈ വിനീതൻ ധാരാളം ഹിഫ്ള് കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ ഈ ഹിഫ്ള് കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ചില കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ എങ്ങനെയെന്ന് അറിയാമോ? മിടുക്കൻ ഇരിക്കും. ആ കുട്ടികൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സാധാരണഗതിയിൽ നമ്മൾ ഒരു നല്ല ഹിഫ്ള് സ്റ്റുഡന്റ് ആണ് എങ്കിൽ ഒരു ദിവസം ഒരു പേജ് കൊടുക്കും. അത്ര എത്ര പേജ് കൊടുക്കാറുണ്ടായിരുന്നു? 2-3 പേജ് കൊടുക്കും. കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 2-3 പേജ് കൊടുക്കും. അപ്പോ ചില കുട്ടികൾ ഒരു പേജ് പോലും കൊടുക്കാൻ കഴിയില്ല. അര പേജ് പോലും അവരെ കൊണ്ട് കഴിയില്ല. തീരെ കഴിയാത്ത മക്കൾ ഉണ്ടാവും. അപ്പൊ ഞാൻ അവരുടെ കൂടെ ഇരുന്നിട്ട് ഈ 5 എക്സസൈസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവർ ഒരു പേജ് പാഠം കൊടുക്കുന്ന മിടുക്കരായ മക്കളായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് പാരന്റ്സ് നന്നായി ശ്രദ്ധിക്കുക. മക്കളെടുത്ത് പടി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇതെങ്ങനെ പഠിക്കണോ, ഇതെങ്ങനെ ബുദ്ധി കൂട്ടണോ, അതൊക്കെ നമ്മൾ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അൽഹംദുലില്ലാഹ്, ഈ ഒരു പരിപാലന സമിതി ബഹുമാനപ്പെട്ട ജാബിർ ഉസ്താദ് എന്നെ പോലെയുള്ള ആൾക്കാരെ ഒരു മസ്ജിദിന്റെ, ഇപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച എന്റെ മഹലിലായിരുന്നു, മണക്കാട് മഹലില് മദ്രസയുടെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഇന്നലെ വരെ ഓരോ മസ്ജിദുകളിലായിരുന്നു. ഇന്ന് ഞായറാഴ്ച അൽഹംദുലില്ലാഹ് ഇവിടെയാണ്. അപ്പോ തീർച്ചയായും അത്തരം ക്ലാസ്സുകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം. അപ്പൊ എത്ര എക്സസൈസ് ആയി മക്കളെ? എത്ര എക്സസൈസ് ആയി? 2. മൂന്നാമത്തെ പഠിക്കാം. ഓക്കെ, പഠിച്ചാ? Eyes on your fingers. ഇനി സാർ ഒന്ന് നോക്കിയേ. സാറ് ലെഫ്റ്റ് 2 എന്ന് പറയുമ്പം ലെഫ്റ്റ് ഹാൻഡില് 2 കാണിക്കണം. റൈറ്റില് 3 പറയുമ്പോ റൈറ്റ് ഹാൻഡില് 3 കാണിക്കണം. പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ, E3 അല്ല, E3. ഏത് 3 ആണ്?
ഏത് 3 ആണ്? E2O അല്ല, E2. 2 കാണിച്ചേ, 3 കാണിച്ചേ. ശരി, ഐസ് ഓൺ യുവർ ഫിംഗേഴ്സ്. സാറ് പറയുമ്പോ കറക്റ്റ് ആയിട്ട് നോക്കി പൊന്തിക്കണം. റൈറ്റ് 2, ലെഫ്റ്റ് 3. മക്കളെ ലെഫ്റ്റ് 3 എന്ന് പറയുമ്പോ ഈ റൈറ്റ് 2 മടക്കണം, അല്ലെങ്കിൽ 3, 2, 5 ആവും. ഓക്കെ, സ്പീഡിൽ ചെയ്യാം. ഓക്കെ, ഹിയർ വി ഗോ. ലെഫ്റ്റ് 2, ഇവിടെ പൊക്കുന്ന 2, അവിടെ പൊക്കുന്ന 3. ഐസ് ഓൺ യുവർ ഫിംഗേഴ്സ്. ഫോക്കസ് ചെയ്യാൻ പറ്റണോ? ഐസ് ഓൺ മീ, ഐസ് ഓൺ മീ. ഫോക്കസ് ചെയ്യാൻ പറ്റണോ? ഓക്കെ, ലെഫ്റ്റ് 2, റൈറ്റ് 3, റൈറ്റ് 2, ലെഫ്റ്റ് 3, ലെഫ്റ്റ് 2. പൊക്ക് മോനെ, ധൈര്യമായിട്ട് പൊക്ക്. 3, 2, 5 ആയി. ഇത് മടക്കി വേ. ലെഫ്റ്റ് 2. ശരി, പുട്ട് യുവർ ഹാൻഡ്സ് ഡൗൺ. ഈ മക്കളുടെ ഉമ്മമാരും ഉപ്പമാരൊന്ന് ശ്രദ്ധിക്കണേ. മക്കൾക്ക് നന്നായി അറ്റൻഷൻ ഡെഫിസിറ്റ് കാണുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് കൈകൾ പൊന്തണില്ല. അത് എന്റെ ലെഫ്റ്റ് ഏതെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്റെ റൈറ്റും എന്റെ രണ്ടും, ഈ രണ്ട് എങ്ങനെ പൊക്കിയാ വരുമെന്ന് അറിയില്ല. അത് അറ്റൻഷൻ ഡെഫിസിറ്റ് മക്കളാണ്. ഈ മക്കൾ ക്ലാസ്സിൽ ഇരുന്നാൽ അവർ ശ്രദ്ധിക്കുകയില്ല, അവർ നല്ല മാർക്ക് കുറയും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ആ മക്കളെയും കൊണ്ട് നടക്കാൻ പോണം. ചുമ്മാ ഇവിടെയൊക്കെ നിറയെ സ്ഥലം കാണുന്നുണ്ട്, അൽഹംദുലില്ലാ. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പുറത്ത് നിന്ന് ഇറങ്ങി അപ്പുറത്ത് എൻ്റെ ബാത്റൂം ആയിരിക്കും, അവിടെ നിന്ന് നേരെ ഇവിടെ വന്നാൽ ഇവന്റെ ഫ്ലാറ്റ് ആയിരിക്കും. 1 ഇഞ്ച് സ്ഥലം കാണൂല. ഇവിടെ അൽഹംദുലില്ലാ നല്ല സ്ഥലം കാണും. വെറുതെ നടക്കാൻ ഇറങ്ങും. എന്നിട്ട് ചോദിക്കണം, അധികം പെട്ടെന്ന് കാണാത്ത ഒരു സാധനം ചോദിക്കണം, മോനെ കുഴച്ച വാഴക്കൊല എവിടെ നിൽക്കണമെന്ന് ചോദിക്കണം. അപ്പൊ ഇങ്ങനെ ചുറ്റും നോക്കും. ശരി, പള്ളിയുടെ മിനാരം കാണുന്നുണ്ടാ? ദോ കാണുന്നു. ഇങ്ങനെ കാഴ്ചകളിലേക്ക് അവരെ ശ്രദ്ധിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ അറ്റൻഷൻ കൊണ്ടുവരാം. വർക്ക് ചെയ്യോ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും സാർ. പക്ഷെ IAS ആവണം സാർ. അത് രണ്ടും ഒരേ രീതിയിൽ നടക്കൂല. മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ആദരവായ പ്രവാചകന്റെ ഏറ്റവും നല്ല ഒരു കിട്ടിലം സെന്റൻസ് ഉണ്ട്. 4 മദ്ഹബിന്റെ ഇമാമികളിൽ ഒരു ഇമാം, അതെന്നിൽ നിന്നും തന്നെ വരുമെന്ന് പ്രവാചകൻ പ്രവചിച്ച ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലും മറ്റു പണ്ഡിതന്മാരുടെ അടുക്കലും ഈ ഉമ്മ കിലോമീറ്ററുകൾ താണ്ടി ചെന്ന് കൊണ്ടുപോയി പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു ഇമാം ഷാഫിയെ കിട്ടിയത്. ആ ഉമ്മ ഉഴപ്പിയിരുന്നുവെങ്കിൽ നമുക്കൊരു ഇമാം ഷാഫിയെ കിട്ടില്ലായിരുന്നു. ആയതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കാം, എന്നെ പോലെ ഉള്ളവരുടെ മുന്നിൽ ഒരു കുട്ടി ഫ്രണ്ടി വന്നാൽ ആ ഉമ്മയെയും അച്ഛനും, ഏതാണോ അച്ഛൻ ആ അമ്മ, 2 പേരുടെയും അവരുടെ ജാതകം ഒന്നും വേണ്ട, മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ എഴുതരും. കാരണം ആ മക്കളിൽ നിങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടാണ് അവർ വരുന്നത്. ചെറിയ ചില എക്സെപ്ഷൻസ് നമ്മൾ കാണാറുണ്ട്, അത് വേറെ, അതിന്റെ കാരണങ്ങളും പറഞ്ഞുതരാം. അപ്പൊ 3ാമത്തെ എക്സസൈസ് ഏതാണ്? 2ഉം 3ഉം. 4ാമത്തത് പഠിക്കാം. യെസ് ഓർ നോ? മക്കളെ, നിങ്ങൾക്ക് ഈ മോനെ അറിയോ? ഈ മോന് ഞങ്ങളെ പോളിടെക്നിക്കിലാണ് പഠിച്ചത്. അൽഹംദുലില്ലാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ കോളേജിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ ഏത് ജോലി ഏൽപ്പിച്ചിരുന്നാലും ആദ്യം അവൻ വരും. തെങ്ങി കയറണോ തെങ്ങി കയറും, കയറ് കെട്ടണോ കയറ് കെട്ടും. ഇനിയിപ്പോൾ 2 പിള്ളേരെ വിളിച്ചിരുത്തി പഠിപ്പിക്കണോ പഠിപ്പിക്കും. അപ്പൊ അൽഹംദുലില്ലാ, ഇങ്ങനെയുള്ള മക്കൾ വരട്ടെ. അവനിപ്പോ KMML നിങ്ങൾക്ക് ഒരുപക്ഷെ നന്നായി അറിയുമായിരിക്കും. ആ KMML ഒരു ജോലി കിട്ടുക എന്ന് പറയുന്ന അത്യാവശ്യം വളരെ നല്ലതാണ്. അള്ളാഹു നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മയും ഉപ്പയും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഉച്ച വരെ ലീവ് എടുത്ത് സാറ് വരുന്നുണ്ട് എന്ന് അറിഞ്ഞ് സർപ്രൈസ് ആയിട്ട് ഇന്ന് റൂമിൽ കയറി വന്നതാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ വളരണ്ടേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ചെല്ലുവാനെ. അപ്പൊ മക്കളെ, നമുക്കിനി 4ാമത്തെ പഠിക്കാം. റെഡിയല്ലേ? ശരി. 2 വിരലുകള് വെളിയിൽ കൊണ്ടുവരണം. സാറ് റൈറ്റ് തമ്പ് എന്ന് പറയുമ്പം റൈറ്റ് തമ്പ് വെളിയിലോട്ട്, ലെഫ്റ്റ് തമ്പ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് തമ്പ്, റൈറ്റ് ലിറ്റിൽ എന്ന് പറയുമ്പം റൈറ്റ് ലിറ്റിൽ, ലെഫ്റ്റ് ലിറ്റിൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ലിറ്റിൽ. അപ്പൊ 4 സാറ് പറയുള്ളൂ. ഏതൊക്കെയാണ്?
റൈറ്റ് തം റൈറ്റ് ലിറ്റിൽ, ലെഫ്റ്റ് തം ലെഫ്റ്റ് ലിറ്റിൽ. ഓക്കെ അല്ലേ? റെഡി? ഐസ് ഓൺ ഫിംഗേഴ്സ്, ഐസ് ഓൺ ഫിംഗേഴ്സ്, ഫിംഗേഴ്സ്. റെഡി? ലെഫ്റ്റ് ലിറ്റിൽ. കണ്ടാ കണ്ടാ മക്കൾ ആലോചിക്കണണ്ടാ എന്റെ ലെഫ്റ്റ് ഏതെന്ന്. ഇനി അതും പോരല്ലോ, എന്റെ ലിറ്റിൽ ഫിംഗർ എവിടെ ഇരിക്കുന്നു അതും തപ്പിയെടുക്കണമല്ലോ. ശരി മക്കളെ, ടൈം എടുത്തോ, വിഷയമില്ലടാ, സാറുണ്ട്. ആ വെരി ഗുഡ്. അടച്ചേ, ക്ലോസ് ഇറ്റ്. റൈറ്റ് ലിറ്റിൽ, റൈറ്റ് ലിറ്റിൽ. ഓക്കെ. ലെഫ്റ്റ് തം, ഗുഡ്. റൈറ്റ് തം. ഇനി നമുക്ക് സ്പീഡ് ചെയ്യാം. ഓക്കെ ശരി, ഹിയർ വി ഗോ. റൈറ്റ് തം, ഗുഡ് ഗുഡ്. ലെഫ്റ്റ് ലിറ്റിൽ, റൈറ്റ് ലിറ്റിൽ. ഓക്കെ. അപ്പൊ മക്കളെടാ തിരിച്ചു വെക്ക്. നിങ്ങൾ സാറിനെ കാണിച്ചാ മതി സാർ ഈ പറയുന്നത്. ഓക്കെ, തിരിച്ചാ. റൈറ്റ് തം, തമ്പ് ഇങ്ങനെ കാണിച്ചാ. ലെഫ്റ്റ് ലിറ്റിൽ, റൈറ്റ് ലിറ്റിൽ, റൈറ്റ് തം, ലെഫ്റ്റ് ലിറ്റിൽ. ഗുഡ് ജോബ്, ഗുഡ് ജോബ്, ഗുഡ് ജോബ്, ഗുഡ് ജോബ്, ഗുഡ് ജോബ്. അപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചടാ? 4 എണ്ണം പഠിച്ചു. ലാസ്റ്റ് ഒരെണ്ണം കൂടെ പഠിക്കാം അല്ലേ? ശരി. ലാസ്റ്റ് എക്സസൈസ് വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഈ എക്സസൈസ് സിമ്പിൾ ആവുമ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കൈ ഇങ്ങനെ കൂട്ടി പിടിക്കുക, ഇതിനകത്ത് വെക്കാം. അച്ഛാ ഒന്ന് വിടർത്തിയേ. ഓക്കെ. ഇങ്ങനെ വിടരുമ്പോ കൈയുടെ ഈ പത്തിയിൽ നന്നായി ബ്ലഡ് സർക്കുലേഷൻ വരും. ഇൻഡീഡ് അത് ബോഡി മൊത്തം കിട്ടും. ഫോർ എക്സാമ്പിൾ അക്യുപഞ്ചർ എന്ന ശാസ്ത്രശാഖ തന്നെ കൈയുടെയും കാലിന്റെയും അറ്റത്താണ് നിൽക്കുന്നത്. എല്ലാ പോയിന്റ്സും അവിടെയാണ്. അപ്പൊ അതിനെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. റെഡി? ഓക്കെ. അപ്പൊ റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ വിടർത്താം. ലെഫ്റ്റ് എന്ന് പറയുമ്പോഴോ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വിടർത്താം. പക്ഷെ സ്പീഡ് ചെയ്യണം. ഗോട്ട് ഇറ്റ്? ഐസ് ഓൺ മീ. ഓക്കെ. റൈറ്റ്, പെട്ടെന്ന് വിടർത്ത്. ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, ലെഫ്റ്റ്, റൈറ്റ്, റൈറ്റ്, ലെഫ്റ്റ്. ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ശരി. അപ്പൊ നമുക്ക് ഈ 5 എണ്ണം പെട്ടെന്നൊന്ന് ചെയ്താലോ? ചെയ്യാം. നമുക്കൊന്ന് എണ്ണീറ്റ് ചെയ്യാം. ഓക്കെ. മക്കൾ മാത്രം. മക്കളെ റെഡി? ഓക്കെ, ഹിയർ വി ഗോ. ഫസ്റ്റ് എക്സസൈസ്, സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് വെൽ. മക്കളെ നന്നായി സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. സോ എക്സസൈസ് നമ്പർ 1, തമ്പും 4 ഫിംഗറും. 1 2 1 2 1 2. ഓക്കെ. രണ്ടാമത് തമ്പ് കറക്കി കറക്കി. തമ്പ് 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 എന്ന് പറഞ്ഞാൽ തള്ള വിരൽ. ആ റിംഗ് ഫിംഗർ മാത്രം ഒന്ന് കറക്കി, മോതിര വിരൽ. ആ പതിയെ പതിയെ പതിയെ. ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചേർത്ത് വെച്ചേ. ഗുഡ് ജോബ്. എക്സസൈസ് നമ്പർ 3, ലെഫ്റ്റ് 2 റൈറ്റ് 3, ലെഫ്റ്റ് 2 റൈറ്റ് 3, റൈറ്റ് 2 ലെഫ്റ്റ് 3. ഓക്കെ. നാലാമത്തത് പിടിച്ചാ, തിരിച്ചു പിടിച്ചു. ലെഫ്റ്റ് ലിറ്റിൽ, റൈറ്റ് തം, റൈറ്റ് ലിറ്റിൽ, ലെഫ്റ്റ് തം. ഗുഡ് ജോബ്. അഞ്ചാമത്തെ റൈറ്റ്. അത് കേട്ട്. ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. ഗുഡ് ജോബ്. നല്ല എഴുതേ. നമ്മൾ എത്ര എക്സസൈസ് പഠിച്ചാ? 5 എക്സസൈസ്. അപ്പം നമ്മളെ സബ്ജക്ട് അത് പഠിക്കാൻ എത്ര സ്റ്റെപ്പാണ് സാർ പറയുന്നത്? 3 സ്റ്റെപ്പ്. ആദ്യം വെരി ഗുഡ്. ആദ്യം, രണ്ടാമത് ലേൺ, മൂന്നാമത് പ്രാക്ടീസ്. വെരി ഗുഡ്, നല്ലൊരു ഐഡിയ. 3 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? 1 ലെസൺ, ലേൺ, പ്രാക്ടീസ്.